ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാരമൽ പോപ്കോൺ റെസിപ്പിയുമായിട്ടാണ്. കാരമലിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരമൽ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടാവും. അപ്പോൾ അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് കോൺസീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം ബട്ടർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാനിൽ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിൽ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബട്ടർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. കാരമലിൻ്റെ കൂടെ ബട്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് അത് ഒന്നുകൂടെ നന്നാവുക. അപ്പോൾ നമ്മൾ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് കോൺ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ നമുക്കത് മൂടി വെക്കാം. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കണമെന്നില്ല, ഇതുപോലെ ഒരു പാൻ ആയാലും മതി, ഒരു കറക്റ്റ് മൂടിയുള്ള ഒരു പാൻ ആയാലും മതി. അത് മൂടി വെച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്കത് പോപ്പ് ചെയ്ത് തുടങ്ങും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പോപ്കോൺ റെഡി ആയി കിട്ടും. അപ്പം നമ്മുടെ പോപ്കോൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്യണം ആദ്യം. നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് എടുത്തത് 50 ഗ്രാം ബട്ടറാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി 50 ഗ്രാം നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പം ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ നമ്മൾ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം വേണ്ടത്.
ഇനി ഇത് നമ്മൾ കാരമൽ ആവാൻ വേണ്ടി വെക്കണം. കാരമൽ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് തിക്കാവണ്ട, കാരണം അതൊരു ചെറിയ കയ്പുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ ഷുഗറൊന്ന് മെൽറ്റായി ജസ്റ്റ് കാരമൽ ചെറുതായി ഒന്ന് ആയി കിട്ടുക, നമുക്കത് റെഡിയാണ്. അപ്പോൾ അത് കാരമൽ ആക്കുമ്പോൾ ബട്ടറും കാരമലും വേറിട്ട് നിൽക്കും. അത് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എസൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയാൽ മതി നമ്മുടെ കാരമൽ സോസ്. അധികം തിക്കൊന്നും ആവണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പോപ്കോൺ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുമിച്ചിടുമ്പോൾ മിക്സ് ചെയ്യാൻ പറ്റില്ല. ഇനി കാരമലൊക്കെ പോപ്കോണിൽ നന്നായി ഒന്ന് കോട്ടാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാനിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. വെറും 2 മിനിറ്റ് മതി ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കട്ട കട്ട പോലെ ആയിട്ടുണ്ടാവുക. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.